ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ മേജർ അപ്ഡേറ്റ് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ഗൈസ് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ അപ്ഡേറ്റ് മാത്രമായിരിക്കില്ല, ഇനിയും നമുക്ക് 2024 ഫോർ ഹോം വില്ലേജ്, അപ്പോൾ ഇനിയും അപ്ഡേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല അതിൽ പറയാനുള്ളത് വെച്ചാൽ ഗ്ലോബൽ ചാറ്റ് വന്നിട്ടില്ല, പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് 2024 ഉറപ്പായിട്ടും വരും എന്നുള്ളൊരു അമിതമായ പ്രതീക്ഷ എന്ന് വേണം പറയാം. അപ്പോൾ വരുമെന്ന വിശ്വാസത്തോടെ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഡാർക്ക് സ്പെൽ ഫാക്ടറി ഇൻക്രീസ് ആയിട്ട് ഒരു സ്പെല്ലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് സ്പെൽ ഫാക്ടറിയിലെ ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ 1 ഹൗസിംഗ് സ്പേസ് ആണ്. അപ്പോൾ പുതിയ സ്പെല്ലെന്ന് വെച്ചാൽ 2 ഹൗസിംഗ് സ്പേസ് ആണ്. ഓവർ ഗ്രോത്ത് സ്പെല്ലാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി CS വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 22 സെക്കൻഡ്സ് ആണ്. ഞാൻ ഓൾറെഡി അൺലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വൈഡായിട്ടുള്ള ഏരിയയിൽ അത് എന്താ പറയുക ഡിപ്ലോ ആവുന്നുണ്ട്. മാത്രമല്ല കുറേ 22 സെക്കൻഡ് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു സമയം അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ ലെവൽ 1 തന്നെ നല്ലൊരു ഇതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു പുതിയ സ്പെല്ല് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലാക്ക് സ്മിത്തിലെ 2 എക്യുപ്മെൻറ്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ റോയൽ ചാമ്പ്യൻ്റെ 2 ന്യൂ എക്യുപ്മെൻറ്റ്. അതിലൊന്ന് ഹോഗ് പപ്പറ്റും രണ്ടാമത്തത് ഹേസ്റ്റ് വയലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത്. പിന്നെ നമ്മുടെ ഗിവ് അവേ പൂളിൻ്റെ ഇതുവരെ ആയിട്ട് അതിൻ്റെ അവർ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. മൺഡേ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മൺഡേ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു അവർക്ക്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഹേസ്റ്റ് വയൽ നോക്കാം. അപ്പോൾ ഇതൊരു ആക്റ്റീവ് എബിലിറ്റിയാണ്. അപ്പോൾ ആക്റ്റീവ് സമയത്ത് ഹേസ്റ്റ് സ്പെല്ലിൻ്റെ എല്ലാവർക്കും പവറല്ലോ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ എബിലിറ്റി ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 9 സെക്കൻഡാണ്. അപ്പോൾ അപ്ഗ്രേഡിങ് സമയം പോലെ അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ പപ്പറ്റ്, ഹോഗ് റൈഡർ പപ്പറ്റ്, അത് ലെവൽ 7 ബ്ലാക്ക് സ്മിത്തിലാണ്. അതായത് ടൗൺ ഹോൾ 14 അൺലോക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ പുതിയ എക്യുപ്മെൻറ്റ് എനിക്ക് അൺലോക്ക് ആയിട്ടില്ല. ടൗൺ ഹോൾ 13 ഞാൻ. അപ്പോൾ അതും ഒരു അടിപൊളി എന്താ പറയുക നല്ലതാണ്. എന്ന് വെച്ചാൽ ഇതും ഒരു ആക്റ്റീവ് എബിലിറ്റിയാണ്. അപ്പോൾ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു സമയത്ത് ഒരു സെക്കൻഡ് സമയത്ത് നമ്മുടെ റോയൽ ചാമ്പ്യന് ഇൻവിസിബിൾ ആകുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അതിൻ്റെ ഒരു ലൈഫാണെങ്കിലും നമുക്ക് ഹോഗ് റൈഡേഴ്സ് ബാക്കി ഡിഫൻസ് ഹോഗ് റൈഡേഴ്സിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ന്യൂസ് ടാബിൽ പോയാൽ പാച്ച് നോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എന്തൊക്കെയാണ് അതിലുള്ള മേജർ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇത്രയാണെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ന്യൂ സ്പെൽ ഓവർ ഗ്രോത്ത് സ്പെല്ല്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, ഓവർ ഗ്രോത്ത് സ്പെല്ല് ഇത്രയും ബേസിക്കിലുള്ള സംഭവങ്ങളെ ഇട്ട സ്ഥലത്ത് അതിൻ്റെ എന്താ പറയുക ഇൻവിസിബിൾ ആയിരിക്കും. പിന്നെ ആ ട്രൂപ്സിന് അങ്ങോട്ടൊക്കെ പോയിക്കില്ല, അത് ഇൻവിസിബിൾ അത്രയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ എയർ സ്പ്ലാഷ് എഫക്റ്റ് ടൈപ്പ് എയർ സ്പ്ലാഷ് ആണ്. ടാർഗറ്റ് ഗ്രൗണ്ട് ആൻഡ് എയർ, ഹൗസിംഗ് ഫേസ് 2 പറഞ്ഞു. പിന്നെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 6 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെവലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലെവൽ 4 വരെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലെവൽ 4 വരെ ന്യൂ ലെവൽസ് അടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെയാണെന്ന് വെച്ചാൽ എലിക്സർ കളക്ടർ, ഗോൾഡ് മൈൻ, ഡാർക്ക് എലിക്സർ. അപ്പോൾ ഇതിൻ്റെ പുതിയ ലെവൽസ് വന്നിട്ടുണ്ട്. 16 ആണ് പുതിയ. 16 ഡാർക്ക് എലിക്സർ ആണെങ്കിൽ 10. പിന്നെ ബിൽഡിങ്ങിൽ നോക്കുവാണെങ്കിൽ ഡാർക്ക് സ്പെൽ ഫാക്ടറി പറഞ്ഞല്ലോ, ലെവൽ 6, അതായത് ഓവർ ഗ്രോത്ത് സ്പെല്ല്. ഹിഡൻ ടെസ്ല 15ലേക്ക്, ഇൻഫേർണോ ടവർ 10, സ്കാറ്റർ ഷോട്ട് 5, സീക്കിംഗ് എയർ മൈൻ 6. പിന്നെ നോക്കുവാണെങ്കിൽ ന്യൂ ട്രൂപ്സ് ലെവൽസ്. അപ്പോൾ ട്രൂപ്പ് ലെവൽസിൽ മാറ്റം വന്നിട്ടുണ്ട്. മിനിയൻസ് ലെവൽ 12ലേക്ക് ആക്കുന്നുണ്ട്. ഹോഗ് റൈഡർ 13 ആണ്. ബൗളർ 18, ബേബി ഡ്രാഗൺ 10, സേജ് ബറാക്കസ് 5. സേജ് ബറാക്കസ് നോക്കുവാണെങ്കിൽ നമുക്ക് മുൻപെന്ന് വെച്ചാൽ ഒരു പെക്കല്ല, ഇപ്പോൾ പ്ലസ് അതായത് 2 പെക്കാസ്. പിന്നെ ലോഗ് ലോഞ്ചേഴ്സിൽ മാറ്റമുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഹീറോ പെറ്റ്സിൻ്റെ നമ്മുടെ ഇലക്ട്രിക് കൗൾ ഉണ്ടല്ലോ, അതിലത്തെ അപ്ഗ്രേഡിങ്, അതായത് അതും മാറ്റമുണ്ട്.
DPS ലെവലാണെങ്കിലും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടൗൺ ഹോൾ 16 വാൾ അപ്ഗ്രേഡിങ് എന്താ പറയുക എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. അത് 100 വാൾ സെഗ്മെൻറ്റ് കൂടി നമുക്ക് ലെവൽ 17 അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നോക്കുവാണെങ്കിൽ 250 അവർ ആദ്യം 16 വരുന്ന സമയത്താണെങ്കിൽ കുറച്ച് എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല കേട്ടോ, എത്രയോ വാൾ മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അവർ 100 കൂടി പ്ലസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സ്മിത്ത് എലിക്സറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് എലിക്സർ മുഖേന അപ്ഗ്രേഡിങ് ചെയ്യാൻ കോസ്റ്റ് എന്ന് വെച്ചാൽ. ഇനി ന്യൂ ഹീറോ എക്യുപ്മെൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഹേസ്റ്റ് വയലാൻഡ്, പിന്നെ ഹോഗ് റൈഡർ പപ്പറ്റ്. അപ്പോൾ ഹോഗ് റൈഡർ പപ്പറ്റ് ബ്ലാക്ക് സ്മിത്ത് ലെവൽ 7, ഹേസ്റ്റ് വയൽ 8. പിന്നെ ക്ലാൻ ചാറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ആദ്യം തന്നെ നോക്കുമ്പോൾ എനിക്കൊരു ഫസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ പറഞ്ഞ പോലെ പിന്നെ ശരിയാവുമായിരിക്കും. അപ്പോൾ അതിൽ മെയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പിന്നീട് മെസ്സേജാണ്. അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് പിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പിൻ ചെയ്യാനുള്ള ആ ഒരു ഇതെന്ന് വെച്ചാൽ ലീഡേഴ്സ് ആൻഡ് ലീഡറിന് പിന്നെ കോ ലീഡേഴ്സിന് മാത്രമേ പിൻ ചെയ്യാനുള്ള ഇത് പറ്റുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ റിയാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹാർട്ട്, തംസ് അപ്പ്, അങ്ങനത്തെ റിയാക്ഷൻസ് എവറി മെസ്സേജസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് ഗെയിംസ് ചേഞ്ചസ്. അപ്പോൾ പ്രോഗ്രസ് ബാർ എല്ലാവരും അട്ടഹസിച്ചുകൊണ്ടുണ്ടായൊരു സംഭവമായിരുന്നു, പ്രോഗ്രസ് ബാർ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെ അടുത്ത് വാൾസ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും ഇതിൻ്റെ മേലെ പ്രോഗ്രസ് ബാർ എത്തുന്നുണ്ട്. വേറെ നോക്കുവാണെങ്കിൽ മാജിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് വെച്ചാൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാജിക് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷനുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഡെക്കറേഷൻസിലൂടെ അറ്റാക്കിങ്ങിൻ്റെ അതായത് നമ്മുടെ ട്രൂപ്സ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഡെക്കറേഷൻസിലൂടെ അത് പോകുന്നില്ല എന്നൊരു ആ ഒരു ഇത്, അപ്പോൾ അത് അവർ മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്ലാൻ ക്യാപിറ്റൽസിൽ നമുക്കത് ഡെക്കറേഷൻസിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ പ്ലേയേഴ്സ് ക്യാൻ പ്ലേ ഇൻ ഫ്രണ്ട്ലി വാസ് ആൻഡ് നോർമൽ ക്ലാൻ വാസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ 2 ക്ലാൻസിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്ലി വാറും കളിക്കാം, നോർമൽ ക്ലാൻ വാസും നമുക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ പെർഫെക്റ്റ് ഡ്രോ ആണെങ്കിലുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ വിൻ സ്ട്രീക്ക് മാറ്റം ഉണ്ടാവില്ല, അതിൽ ഒരു കുറവ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെജൻഡ് ലീഗിനെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ നോക്കുവാണെങ്കിൽ ലീഡേഴ്സ് ആൻഡ് കോഡ് ലീഡേഴ്സിന് ലാസ്റ്റിന് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ബാലൻസ് ചേഞ്ചസ് നോക്കുവാണെങ്കിൽ ജയൻറ്റ് ആറോൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എൻറ്റയർ വില്ലേജിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്, നല്ല ലോങ് ഡിസ്റ്റൻസ്. അത് മുമ്പ് അങ്ങനെ തന്നെയല്ല ഉണ്ടായത് അല്ലേ? പിന്നെ നോക്കുവാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഫോക്സിൽ അത് മാറ്റം വന്നിട്ടുണ്ട്. സൂപ്പർ ആർച്ചറിൻ്റെ നോക്കുവാണെങ്കിൽ HP 575 കുറച്ചിട്ടുണ്ട്. ലെവൽ 12 നോക്കുവാണെങ്കിൽ HP 600 ആക്കിയിട്ടുണ്ട്. സൂപ്പർ ബാർബേരിയൻ, ഇലക്ട്രോ ഡ്രാഗൻ, സൂപ്പർ ഡ്രാഗൻ ഇതിൻ്റെ എല്ലാം അത് ഇൻക്രീസ് ആയിട്ട് ഇലക്ട്രോ ഡ്രാഗൻ്റെ ഹിറ്റ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഡ്രാഗൻ്റെ ഹിറ്റ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബിൽഡർ ബേസ് ഡ്രോപ്പ് ഷിപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അറ്റാക്ക് റേഞ്ച് 0 to 50 ആയിട്ടുണ്ട്. ഇത് സംഭവമില്ല, ഞാൻ സ്പീഡ് എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ വോയിസ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇത് കണ്ടമാനം സ്പീഡ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമുക്കിപ്പോൾ എഡിറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി സ്പീഡ് പോകുന്നുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ബിൽഡർ ബേസിലത്തെ ഡ്രോപ്പ് ഷിപ്പ് അതിൻ്റെ റേഞ്ചും പിന്നെ റേഞ്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ നൈറ്റ് വിച്ചിൻ്റെ ബാറ്റ്സിൻ്റെ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാൻ ക്യാപിറ്റലിലെ മൈനേഴ്സിൻ്റെ HP റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ബഗ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബഗ്സിൻ്റെ പറയുന്നില്ല, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ മെയിനായിട്ടുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ലെവലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എനിക്കിപ്പോൾ കാണാൻ പറ്റും ചാറ്റിൻ്റെ ഇതെല്ലാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. അതിൽ തന്നെ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് പറയേണ്ടെന്ന് തോന്നുന്നു. പിൻ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അൺപിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റിക്വസ്റ്റ് ബട്ടണിൽ ആ ചേഞ്ചസ് കണ്ടോ,
നമ്മുടെ ക്ലാൻ കാസ്റ്റലിൻ്റെ ഒരു പിക്ചർ അങ്ങനെയുണ്ട്. റിയാക്ഷൻസ് നോക്കുവാണെങ്കിൽ റിയാക്ഷൻസ് ഉണ്ട്. നമുക്ക് പ്രൊഫൈൽ വിസിറ്റിംഗ് അത് കുറച്ചും കൂടി നല്ലോണം ആദ്യം നോക്കുവാണെങ്കിൽ നമുക്ക് അതിന് ടച്ച് ചെയ്താൽ നമുക്ക് പ്രൊഫൈൽ വിസിറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി കുറച്ച് അമർക്കിയിട്ട് നോക്കണം. ഓക്കേ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ബായ്.